ശ്രീരാമൻ 14 വർഷം വനവാസത്തിന് പോയപ്പോൾ ലക്ഷ്മണനും കൂടെ പോയി. എന്നാൽ ആ 14 വർഷക്കാലം ലക്ഷ്മണൻ ഒരിക്കൽ പോലും ഉറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ? തന്റെ ജ്യേഷ്ഠനെയും സീതാദേവിയെയും കാവൽ നിൽക്കാൻ വേണ്ടി ലക്ഷ്മണൻ ചെയ്ത ആ വലിയ ത്യാഗത്തിന്റെ കഥ ഇതാ. രാമനും സീതയും ഉറങ്ങുമ്പോൾ ലക്ഷ്മണൻ കാവൽ നിന്നു. അപ്പോൾ നിദ്രാദേവി ലക്ഷ്മണന്റെ അടുത്തെത്തി. ലക്ഷ്മണൻ ദേവിയോട് ഒരു വരം ചോദിച്ചു. എനിക്ക് 14 വർഷം ഉറങ്ങാതെ കാവൽ നിൽക്കണം. അതിനാൽ എന്നെ ഉറക്കത്തിൽ നിന്ന് മോചിപ്പിക്കണം. എന്നാൽ പ്രകൃതി നിയമം അനുസരിച്ച് ഒരാൾ ഉറങ്ങാതെ ഇരുന്നാൽ മറ്റൊരാൾ ആ ഉറക്കം ഏറ്റെടുക്കണം. ലക്ഷ്മണൻ തന്റെ പ്രിയതമനായ ഊർമിളയെ ഓർത്തു. അയോധ്യയിലെ കൊട്ടാരത്തിൽ ലക്ഷ്മണന്റെ മടങ്ങി വരവിനായി കാത്തിരുന്ന ഊർമിള തന്റെ ഭർത്താവിന്റെ ലക്ഷ്യത്തിനു വേണ്ടി ആ 14 വർഷത്തെ ഉറക്കം ഏറ്റെടുക്കാൻ തയ്യാറായി. ഈ ഉറക്കമില്ലായ്മ വെറും ഒരു ത്യാഗം മാത്രമായിരുന്നില്ല. രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ വധിക്കണമെങ്കിൽ 14 വർഷം ഉറങ്ങാത്ത ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നൊരു വരമുണ്ടായിരുന്നു. ലക്ഷ്മണന്റെ ഈ കഠിന വ്രതത്തിന് ഒടുവിൽ ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചത്. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മാത്രമാണ് ലക്ഷ്മണൻ ആ ഉറക്കം പൂർത്തിയാക്കിയത്. ലക്ഷ്മണന്റെ വീര്യത്തിന് പിന്നിൽ ഊർമിളയുടെ വലിയ ഒരു കാത്തിരിപ്പിന്റെ ത്യാഗവുമുണ്ട്. ഇതേപോലുള്ള രാമായണത്തിലെ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.